റെസ്പെക്റ്റഡ് ഋഷി സർ, ഐലൻഡ് ഡയറക്ടേഴ്സ്, ഫെലോ ടോപ്പേഴ്സ്, അവരുടെ പേരൻസ്, പ്രിയപ്പെട്ട എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ നമസ്കാരം. ഞാനും ഐലേൺ തമ്മിലുള്ള അസോസിയേഷൻ, ഞാൻ ആദ്യമായിട്ട് ഐലേണിൽ വരുന്നത് എൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിലെ വളരെ ലോവസ്റ്റ് പോയിന്റിലാണ്. ഞാൻ ഐലേണിലേക്ക് വരുന്നത് ജൂൺ 13 2023. ആ ഡേറ്റ് ഞാൻ വളരെ കൃത്യമായി ഓർക്കുന്നതിൻ്റെ കാര്യം, അതിൻ്റെ തലേന്നാണ് പ്രിലിംസ് റിസൾട്ട് വരുന്നതും ഞാൻ പ്രിലിംസ് ഫെയിലാവുന്നത്. അപ്പോൾ പൊതുവേ ആൾക്കാർ പറയാറുണ്ട്, നമ്മളൊരു ലോവസ്റ്റ് ഫേസിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് പൊതുവേ പറയാറ്. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ പ്രിലിംസ് പൊട്ടിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു നിമിഷം തോന്നിയൊരു വികാരത്തിൻ്റെ പുറത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇവിടെ ഓപ്ഷണൽ കോച്ചിങ്ങിന് ചേരാൻ വേണ്ടിയിട്ട്, എൻ്റെ ഓപ്ഷണൽ മലയാളം ലിറ്ററേച്ചറാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം പ്രിലിംസ് പൊട്ടിയിരിക്കുന്നു, പെട്ടെന്ന് ഞാൻ അരവിന്ദ് സാറിൻ്റെ നമ്പർ എടുത്ത് അരവിന്ദ് സാറിന് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞു നാളെ ക്ലാസ് ഉണ്ട്, നാളെ റബ്ബ എന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ചിട്ടാണ് ഞാൻ ഐലേണിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഞാനും ഐലേണും തമ്മിലുള്ള അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വർഷത്തോളം ഞാൻ ഐലേണിൻ്റെ ഓപ്ഷണൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അരവിന്ദ് സാർ ആണെങ്കിലും സരിത മാം ആണെങ്കിലും ആശ്വൽ സാർ ആണെങ്കിലും എൻ്റെ ജേർണിയിൽ, എൻ്റെ ഈ സക്സസ്സിൽ എൻ്റെ മലയാളം മാർക്കിന് വലിയൊരു പാർട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഓപ്ഷനിൽ നന്നാക്കാൻ അന്ന് പെട്ടെന്ന് എടുത്ത ഒരു ഇൻസ്റ്റൻറ്റ് ഡിസിഷൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഐലേണിനോട് ആ കാര്യത്തിൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നീടും ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ ഐലേണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിലിംസ് കോഴ്സസ് ആണെങ്കിലും ആദിൽ സാറിൻ്റെ കോഴ്സസിലൊക്കെ ഞാൻ സ്റ്റുഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. സാർ ഇവിടെ ഇപ്പോൾ ഇത്തവണ ടോപ്പറായിട്ട് കാണാൻ കഴിഞ്ഞു, പരിചയപ്പെടാൻ കഴിഞ്ഞതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഐലേണിൻ്റെ കാന മാഗസിനുണ്ട്. ഞാൻ എൻ്റെ GS മാർക്കിന് ഏറ്റവും അധികം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ഐലേണിൻ്റെ മാഗസിനോടാണ്. കാരണം എപ്പോഴെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ മാഗസിൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. ബിക്കോസ് ഞാൻ എല്ലാ ദിവസവും ആ വൈകിട്ട് 5 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന സാധനം വായിച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഏകദേശം 1.5 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നുണ്ട്. എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ തലേന്ന് വരെയും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരെ ഈ 2 വർഷത്തിനിടയ്ക്ക് ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്തൊരു ആർട്ടിക്കിൾ ഞാൻ കാന മാഗസിനിൽ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഇല്ലാത്ത, കേസ് സ്റ്റഡി ഇല്ലാത്ത, ഡേറ്റ റിച്ച് അല്ലാത്ത ഒരു ആർട്ടിക്കിളും ഞാൻ ഒരിക്കലും കാന മാഗസിനിൽ കണ്ടിട്ടില്ല. എൻ്റെ GS മാർക്കിനും ഞാൻ ആ മാഗസിനോടും അതുണ്ടാക്കുന്ന ടീമിനോടും വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഞാനും ഐലേണും തമ്മിലുള്ള വലിയൊരു അസോസിയേഷൻ വരുന്നത് ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ സമയത്താണ്. ഞാൻ ആദ്യം ഡാഫ് അനാലിസിസിനാണ് ഷിനാസ് സാറിനെ കാണാൻ വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തുടങ്ങുന്നവരെ ആൾക്കാരുമായിട്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ലൈക്ക് ആരുമായിട്ട് സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഷിനാസ് സാറിനോട് ആദ്യം ഞാൻ സാറിൻ്റെ ക്യാബിനിലിരിക്കുമ്പോൾ എനിക്ക് സാറിനോട് അങ്ങനെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം ഞാൻ കുറേ കാലമായിട്ട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. പക്ഷേ പിന്നെ ഇൻട്രാക്ട് ചെയ്ത് അവസാനം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാറും ഞാനും വളരെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെ ആയി എന്ന് തോന്നുന്നു. സാറിൻ്റെ അടുത്ത് വളരെ കംഫർട്ടബിളായിട്ട് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ചില ദിവസമൊക്കെ ഞാനിവിടെ എൻ്റെ ഇൻ്റർവ്യൂ വളരെ ലേറ്റായിരുന്നു, April 11 അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂവിന് പോകുന്നു, ട്രാൻസ്ക്രിപ്റ്റ് വായിക്കുന്നു. അപ്പോൾ ഞാൻ ഓരോ ദിവസവും സാർ ഷീൽവർദ്ധൻ സാർ ഇങ്ങനെ ചോദിച്ചു, സുമൻ ശർമ്മ മാം ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഇതിനെങ്ങനെ ആൻസർ പറയുമെന്ന് പറഞ്ഞ് ഓരോ ആഴ്ചയും ഞാനൊരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഷിനാസ് സാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ എല്ലാം ക്ലിയർ ചെയ്ത് ഒരുപാട് ഇൻട്രാക്ഷൻസ് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഷിനാസ് സാറുമായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ തലേന്ന് രാത്രി സാറിനെ വിളിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാർ നാളത്തേക്ക് എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ പറയാനായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടിപ്സൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ തലേന്ന് വിളിക്കുന്നത്. സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദന, എനിക്ക് നിന്നോട് പറയാൻ പറ്റിയില്ല ഈ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക്, നിനക്ക് ഭയങ്കര ഹ്യൂമർ സെൻസാണ്. അപ്പോൾ ഈ ഹ്യൂമർ സെൻസ് നീ നാളെ ബോർഡിലും വർക്ക് ചെയ്യിക്കണം, നിൻ്റെ ചിരി അവിടെ കിട്ടണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാണ് സാറിനെ ഇൻ്റർവ്യൂവിലേക്ക് പറഞ്ഞു വിടുന്നത്. എൻ്റെ ശരിക്കുള്ള ഇൻ്റർവ്യൂവിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഇൻ്റർവ്യൂ ചോദിച്ച ചോദ്യത്തിനൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാനിങ്ങനെ അവർ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമാണ് എൻ്റെ ഇൻ്റർവ്യൂവിൽ ആക്ച്വലി സംഭവിച്ച കാര്യം. അപ്പോൾ സാറിൻ്റെ ആ എൻകറേജിങ് വേർഡ്സ് എന്നെ ഒരുപാട് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. സോ എൻ്റെ പ്രിപ്പറേഷൻ ജേർണിയിലെ എല്ലാ സ്റ്റേജസിലും ഐലേൺ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു ഐലേൺ ഫോർ ദാറ്റ് സപ്പോർട്ട്.
ഐലേൺ ഇപ്പോൾ ഒരു സൂപ്പർ 30 ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്ത് സർവീസിലേക്ക് എത്തിക്കാനും ഐലേണിന് കഴിയട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.